ഇവിടെ ഒരുത്തൻ അവന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ 27 രൂപ കുറവുള്ളതായി കണ്ടുപിടിച്ചു. ഇപ്പൊ ബാങ്കിലേക്ക് പോയി 27 രൂപ കുറവുള്ളത് കംപ്ലൈന്റ് കൊടുത്തു. എന്നാൽ ബാങ്കിലുള്ളവരും 27 രൂപയല്ലേ എന്ന് പറഞ്ഞ് വലിയ കാര്യമാക്കി എടുത്തില്ല. ഇവന് 2-3 പ്രാവശ്യം ആ കാര്യം പറഞ്ഞ് ബാങ്കിലേക്ക് പോയി. അവിടെയുള്ളവർ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവനെ തിരിച്ചയച്ചു. ഇവന്റെ ഫ്രണ്ട് ഒരുത്തൻ അയാളുടെ അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ് അവന് കൊടുത്തു. ആ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവന്റെ അക്കൗണ്ടിൽ നിന്ന് 127 രൂപ കുറവുള്ളത് കണ്ടുപിടിച്ചു. അയാളും അതേ ബാങ്കിലാണ് അക്കൗണ്ട് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിന്റെ അടുത്ത് ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞാൽ ഇതിനൊക്കെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുമോ, മോശമല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവൻ തന്നെ RBIക്ക് മെയിൽ ചെയ്തു. അടുത്ത ദിവസം ഇവനെ ബാങ്കിൽ നിന്ന് വിളിച്ച് അവൻക്കൊരു TV വെറുതെ കൊടുത്തു. കൂടാതെ 27 രൂപ തിരിച്ച് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്തിനാ TV തന്നതെന്ന് കുറെ നേരമായി ചിന്തിച്ചപ്പോഴാണ് ആ ബാങ്ക് ചെയ്യുന്ന സ്കാം ഇവന് മനസ്സിലാവുന്നത്. അവിടെയുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഗ്ലാസ്സിൽ എഴുതി കാണിച്ചു. ആ ബാങ്ക് ഓരോ അക്കൗണ്ടിൽ നിന്നും 10 രൂപ എടുക്കുന്നുണ്ട്. അങ്ങനെ വർഷത്തിൽ 120, 10 ലക്ഷത്തിന് 1600. മൊത്തം ആ ബാങ്കിൽ 2 കോടി പേര് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2400 കോടി ആ ബാങ്ക് അടിച്ചു മാറ്റുന്നുണ്ട്. ഈ ക്യാഷ് എല്ലാം ബ്ലാക്ക് മണി ആയി മാറി അതെല്ലാം നമുക്ക് തന്നെ പ്രശ്നമായി മാറും എന്ന് പറഞ്ഞു. അതൊരു ജോലിക്കാരൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു. ആ വീഡിയോ കണ്ടവരും ആ ബാങ്കിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് പേർ അക്കൗണ്ട് ക്ലോസ് ചെയ്തതും അത് വലിയൊരു ന്യൂസ് ആയി മാറി. ആ ന്യൂസ് കണ്ടവരും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്ക് എത്തി. ആൾക്കാർ കൂടിയതും ബാങ്ക് എല്ലാം ക്ലോസ് ചെയ്തു. ബാങ്കുകാർ ചെയ്ത സ്കാം തെളിവോട് കൂടി ഒരു പോലീസുകാർ തെളിയിച്ചു. അതോടെ ആ ബാങ്ക് ഓണറെ അറസ്റ്റ് ചെയ്യാൻ പോയതും അയാൾ ഒരു പൊളിറ്റീഷ്യന് ക്യാഷ് കൊടുത്തിട്ട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതും അവിടെയുള്ള ജനങ്ങൾ അവനെ തെളിവോടുകൂടി പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഇതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.